എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ഗഫൂർക്ക, 50 ഡിസ്പോസിബിൾ ഗ്ലാസും പ്ലേറ്റും എടുക്കി. പുതിയാപ്പിളയും പാർട്ടിയും വരാനായി. അല്ലടോ, പുയ്യാപ്പിള വരാൻ നേരത്താണ് പെരമ്പാൻ പാത്രമാന്ന് മനസ്സിലായത്. വർത്താനം പിന്നെ പറയാ, നിങ്ങൾ സാധനം വേഗം തരി. അത്ര പെരത്ത് തിരക്കുണ്ടെങ്കില് നിങ്ങൾ വേറെ എവിടെയും പോയി വാങ്ങിച്ചോളി. നിങ്ങൾ അവൻ പറഞ്ഞത് ക്ഷമിക്ക്. ഈ ഞായറാഴ്ച ഞങ്ങൾ ഇന്ന് എവിടെ പോവാനാ? പോയാൽ തന്നെ ഊർന്ന് കിട്ടാനാ. എന്തെപ്പം വേണമെങ്കിലും സമീപിക്കുക. ഗഫൂർ സ്റ്റോർ, നോർത്ത് വേപ്പൂർ. ഗഫൂർക്ക ഈ ചെയ്യണത് നാട്ടുകാർക്ക് വലിയ ഉപകാര. തിരുക്കം വരുമ്പോ നിങ്ങൾ ഇങ്ങനെ നല്ല സോപ്പ് ഇടും. വലിയ ഓർഡറൊക്കെ ടൗണിലേക്ക് കൊടുക്കും. നമ്മക്കറിയാം മക്കളെ ഞങ്ങളാ. ഇല്ല, ഇനി ഇവിടെ ഇല്ലെങ്കിലേ മറ്റെവിടെയെങ്കിലും പോവുള്ളൂ. ഇനി ഇവിടെ എല്ലാം നോക്കുക. ബേജാറാവണ്ട. ഫ്യൂ സെക്കൻഡ്സ് ഓൺലി സാധനം അങ്ങോട്ട് എത്തും. എന്താ പറഞ്ഞത്? ഇംഗ്ലീഷ് അറിയൂലല്ലേ? ചുരുങ്ങിയ ടൈം കൊണ്ട് എത്തിച്ചേരുന്നടോ. കോട്ടും സൂട്ടും മാത്രമേ ഉള്ളൂ. നോ നോളജ്. അയാളില്ലെങ്കിൽ ഈ ലോകമില്ല എന്നുള്ള നെകളിപ്പ ഒരു പാഠം പഠിപ്പിക്കണം. വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തു വഴി? അതൊക്കെ ഉണ്ടോ, നീ വണ്ടി വിട്. ഹലോ, ഗഫൂർ സ്റ്റോർ സ്പീക്കിംഗ്. ഈർച്ചപ്പൊടി സ്റ്റോക്ക് ഉണ്ടോ? എന്ത്, നേരത്തെ പറ്റിയോ? അല്ല മിസ്റ്റർ, ഈർച്ചപ്പൊടി, ഈ മരമൊക്കെ ഈർന്നാ കിട്ടുന്ന വേസ്റ്റേ. അങ്ങനെ അങ്ങോട്ട് ഇംഗ്ലീഷിൽ പറയും. മനസ്സിലായി. നമ്മളെ പഴയ അടുപ്പ് കത്തിക്കണ പൊടി. അത് തന്നെ. അത് ഇവിടെ അല്ല സാറേ. ഓക്കെ, എന്നാ ഞങ്ങൾ മറ്റു വല്ലയിടത്തും ട്രൈ ചെയ്ത് നോക്കാം. 4-5 ചാക്ക് വേണ്ടതാ. അല്ലോ, നാ പിന്നെ വേറെ നോക്കണ്ട. നാളെ രാവിലെ 10 മണിക്ക് വന്നോളി. സാധനം റെഡി. ഈർച്ചപ്പൊടി ഉണ്ടോ ഗഫൂർക്ക? അല്ല, അനക്കും വേണോ ഈർച്ചപ്പൊടി? ഗ്യാസ് തീർന്നിക്കണ്. അപ്പൊ ഉമ്മ പറഞ്ഞു ഗഫൂർഖാന്റെ അടുത്ത് ഈർച്ചപ്പൊടി ഉണ്ടാവൂന്ന്. ഉണ്ടാവും മോനെ, പക്ഷെ നാളെ നേരം വെളുക്കണം. എന്റെ മോനിപ്പം പോയി. ആരെന്ത് ചോദിച്ചാലും ഇല്ലാന്ന് പറയരുത്. അതാണ് ഗഫൂർ സ്റ്റോർ. ഈർച്ചപ്പൊടിന്റെ ഏർപ്പാടും തുടങ്ങി ഞങ്ങള്. വാങ്ങാൻ ആളുണ്ടാവും, വിൽക്കാൻ കോളും ഉണ്ടാവും. അതിനാർക്കാ ഗഫൂർ ഇതിന് കോള്? വിവരമുള്ളവർക്ക്. കറണ്ടിനേക്കാളും ഗ്യാസിനേക്കാളും ഇതല്ലേ മുമ്മാലി ലാഭം. കുറഞ്ഞ ലാഭത്തിന് വേണ്ടി ആരാ അപ്പം ഗഫൂർ ഇതിന്റെ ഒക്കെ പുക കൊള്ളുക? എന്താ മിണ്ടാത്ത്? ആവശ്യക്കാരിങ്ങനെ വന്ന് ചോദിച്ചപ്പോ ഞമ്മൾ വാങ്ങി വെച്ചാണ്. അത് എന്നെ ചുറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും ഒപ്പിച്ച പണിയായിരിക്കടോ. പണി നമ്മൾ കണ്ടിക്കുന്നു. ഈർച്ചപ്പൊടി കത്തിച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിന് സ്വാദും പോഷകവും കൂടും എന്ന് പൈസ കൊടുത്ത ഒരു സിനിമാ നടനെ കൊണ്ട് നമ്മളെ അറിയിപ്പിക്കും. അപ്പൊ ഈർച്ചപ്പൊടിന്റെ കച്ചവടം പൊടി പൊടിക്കും. കളിച്ച് കളിച്ച് കളി ഗഫൂറിന് അഞ്ചത്താണ്. അത് വേണ്ട മക്കളെ.